ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഓറഞ്ച് വെഡ്ഡിംഗ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ഞാൻ ഈ കേക്കിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് ഈ ഓറഞ്ച് കേക്ക്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന ഒരു കേക്കാണിത്. ഒരിക്കൽ വാങ്ങി കഴിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങുന്ന ഒരു കേക്കാണിത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഓറഞ്ചിൻ്റെ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കുന്നതും ഓറഞ്ച് ഗ്ലേസ് ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ടും കാണുക. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1.25 കപ്പ് മൈദമാവ് അളന്നെടുക്കാം. ആദ്യം 1 കപ്പ് അളന്നെടുക്കാം. വേറൊരു കപ്പ് കൊണ്ട് അളവ് കപ്പിലേക്ക് മാവ് കോരിയിട്ട് ലെവൽ ചെയ്ത് അളന്നെടുക്കണം. മാവ് ഇതുപോലെ തന്നെ അളന്നെടുക്കണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. 1.25 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. മാവ് എപ്പോഴും ഇതുപോലെ തന്നെ അരിച്ചെടുത്ത് വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം മാവിൽ എല്ലാ ഭാഗത്തും നല്ലപോലെ മിക്സായിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ അരിച്ച് തന്നെ കേക്ക് ഉണ്ടാക്കണം. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മാവ് 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിൽ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുക്കാം. സൈഡിലും കൂടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് എടുത്ത് മാറ്റാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഓറഞ്ച് നന്നായിട്ട് കഴുകിയ ശേഷം അതിൻ്റെ മുകൾ ഭാഗം മാത്രം ഇതുപോലൊന്ന് ചെത്തിയെടുക്കാം. ആ വെള്ളപ്പാർട്ട് വരാതെ മുകൾ ഭാഗം മാത്രം ചെത്തിയെടുക്കണം. ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. കത്തിയോ കത്രികയോ വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് 1 ടീസ്പൂൺ അളവിൽ വേണം. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസും എടുത്തിട്ടുണ്ട്. മറ്റൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര മുഴുവൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 2-3 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചാൽ പിന്നെ ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യരുത്. ലോ സ്പീഡിലിട്ടിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഒരു 2-3 ബാച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ടയൊന്നും വരാതെ ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി ബീറ്റ് ചെയ്യാതെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അതിൻ്റെ കൂടെ 1/2 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. മാവ് ഇടുന്നതിനനുസരിച്ച് ജ്യൂസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട്. കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫുഡ് കളർ ചേർക്കുന്നത്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബാക്കി മാവും കൂടെ ചേർത്തിട്ട് ഓറഞ്ച് ജ്യൂസും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ മാവ് കട്ടയായി പോകുമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. വളരെ ശ്രദ്ധിച്ച് ബീറ്റ് ചെയ്യണം. മുട്ടയുടെ പതയൊന്നും പറ്റിപ്പോവാതെ നല്ല സൂക്ഷിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അവസാനം സ്പാച്ചിൽ വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ തൊലിയിൽ കുറച്ച് മൈദമാവ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. മാവ് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാൻ ഈ കേക്ക് OTG യിലാണ് ഉണ്ടാക്കുന്നത്. OTG 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. പാത്രത്തിലോ കുക്കറിലോ ആണെങ്കിലും സ്റ്റൗവിൽ വെച്ച് ചെയ്യുവാണെങ്കിലും അതുപോലെ പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിൽ 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം OTG വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 3/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിക്കാം. ഇതൊന്ന് അലിഞ്ഞൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഒഴിക്കുകയാണെങ്കിൽ ഇതങ്ങ് ലൂസായി പോകും. അപ്പോൾ കുറച്ച് ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്സ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ഗ്ലേസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗ്യാസ് ഓണാക്കാതെ വേണം ഇത് ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സാക്കിയ ശേഷം മാത്രമേ ഗ്യാസ് ഓണാക്കാവൂ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ കറക്റ്റ് അളവിൽ മധുരം ഉണ്ടായിരുന്നു. കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഗ്യാസ് ഓണാക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സായ ശേഷം മാത്രമേ ഗ്യാസ് ഓണാക്കാവൂ. ഗ്യാസ് ഓണാക്കിയ ശേഷം മീഡിയത്തിലും ലോയിലും മാറിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ച് പോകും. ഇതുപോലെ ഗ്ലേസ് പോലെ കിട്ടണമെങ്കിൽ നല്ല പോലെ മിക്സ് ചെയ്ത് തന്നെ ഇളക്കി തന്നെ എടുക്കണം. ഈ ഒരു കട്ടിയിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്സ് ഫുഡ് കളറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഓറഞ്ചിൻ്റെ കളർ ഉണ്ട്, എന്നാലും കുറച്ചുകൂടെ ഒരു കളറിന് വേണ്ടിയിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഒഴിക്കാനായതുകൊണ്ട് കുറച്ചൊരു ഫുഡ് കളറും കൂടെ ചേർത്തതാണ്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. 45 മിനിറ്റ് ആയപ്പോൾ നല്ല പോലെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഈ ഓറഞ്ച് കേക്ക്. ബട്ടർ പെപ്പറൊക്കെ എടുത്ത് മാറ്റാം. അതിനുശേഷം ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിൻ്റെ സ്കിന്ന് പോലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ലെവലാക്കിയിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. 3 ലെയറായിട്ട് കട്ട് ചെയ്ത ശേഷം 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ബോർഡിൽ അല്പം ക്രീം വെച്ച് കൊടുത്ത ശേഷം ഏറ്റവും മുകളിലത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് 1/4 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഇത്രയും വെള്ളം തന്നെ വേണം ഈ കേക്ക് നന്നായിട്ട് വെറ്റാക്കി എടുക്കാനായിട്ട്. ആദ്യത്തെ ലെയർ നല്ലപോലെ വെറ്റാക്കി എടുത്ത ശേഷം ക്രീം വെച്ച് കൊടുക്കാം. ആദ്യമേ തന്നെ കുറച്ച് കൂടുതലായിട്ട് ക്രീം വെച്ച ശേഷം എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മളുണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഗണാഷ് കേക്കിൻ്റെ 2 ലെയറിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ഗണാഷ് ഇതുപോലെ ലെയറിൽ ഒഴിച്ചിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് 2ാമത്തെ ലെയർ വയ്ക്കാം. 2ാമത്തെ ലെയറിലും ഷുഗർ സിറപ്പ് വെച്ച് നല്ലപോലെ വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്യാം. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കാം. ബാക്കിയുള്ള ഗണാഷ് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. സ്പാച്ചിൽ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 3ാമത്തെ ലെയർ വയ്ക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ക്രീം വെച്ച് ക്രം കോട്ട് ചെയ്തെടുക്കാം. മുകളിൽ കുറച്ച് ക്രീം പുരട്ടി കൊടുത്താൽ മതി. സൈഡിലും കുറച്ചുകൂടെ ക്രീം വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. കേക്ക് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം എടുത്തിട്ട് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. മുകൾ ഭാഗത്ത് നന്നായിട്ട് തന്നെ ക്രീം വെച്ചിട്ട് ആദ്യം നല്ലപോലെ കുറച്ച് കൂടുതലായിട്ട് ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കുന്നതായിരിക്കും സൗകര്യം. കൂടുതലായിട്ട് വെച്ചിട്ട് ലെവൽ ചെയ്ത് മാറ്റിയാൽ മതി. സൈഡിലും ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് കുറച്ച് റൗണ്ട് കേക്ക് ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല, എന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സ്ക്രാപ്പറും സ്പാച്ചിലയും വെച്ചിട്ട് മുകൾ ഭാഗത്ത് സ്പാച്ചില വെച്ചിട്ട് സൈഡിൽ സ്ക്രാപ്പർ വെച്ചും ഇതുപോലെ ലെവൽ ചെയ്തെടുത്താൽ മതി. മുകളിൽ ലെവൽ ചെയ്ത ശേഷം സൈഡിൽ ലെവൽ ചെയ്യണം. പിന്നെയും മുകളിൽ ലെവൽ ചെയ്തിട്ട് സൈഡിൽ ലെവൽ ചെയ്യണം. അങ്ങനെ മാറി ചെയ്തെടുക്കണം.
കേക്ക് ഞാൻ ഒരുവിധം ഒന്ന് നന്നായിട്ട് തന്നെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ റോസറ്റ് നോസിൽ 101 നോസിലാണ് എടുത്തത്. അതിൽ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ക്രീം വെച്ചിട്ടുണ്ട്. കേക്ക് ഞാൻ അതിൻ്റെ സെൻട്രലായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു ചെറിയ ചെറിയ പൂക്കളായിട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വളച്ച് ഇതുപോലെ കറക്കി എടുത്താൽ മതി. എളുപ്പമാണ് ഈ റോസ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു പാർട്ടിൽ ഞാനിതുപോലെ ഗ്ലേസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. ഗ്ലേസ് മുഴുവനും ഒഴിച്ച ശേഷം സ്പാച്ചിൽ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. സൈഡിൽ മുഴുവനും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിൽ മുഴുവനും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കുറച്ച് സമയത്തേക്ക് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. എന്നിട്ട് എടുത്ത ശേഷം ഇതുപോലെ വരുന്ന ഭാഗത്തും കൂടെ റോസ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പുതിയ എന്തെങ്കിലും ഐഡിയകളൊക്കെ വരികയാണെങ്കിൽ അപ്പോഴങ്ങ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ തോന്നുന്ന ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എപ്പോഴും. ഗ്ലേസ് ഒഴിച്ച ഭാഗത്തും താഴെ ബോർഡർ അതേ പൂക്കൾ തന്നെ ചെറുതായിട്ട് ചെയ്യുവാണ്. എന്നിട്ട് ഞാനിത് ഫോണ്ടൻറ്റിൽ ഇതുപോലെ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് ചെറുതും വലുതുമായിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് കൊടുക്കാം. മറ്റേ ഭാഗത്ത് അത് വെച്ച് കൊടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ഞാൻ ഈ വെഡ്ഡിങ് കേക്കിൽ ചെയ്യുന്നത്. ഇത് ഞാൻ പേരൊന്നും എഴുതുന്നില്ല. ഇതിൻ്റെ ടോപ്പർ മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഇതിപ്പോൾ 1 കിലോയുടെ ഒരു കേക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിൻ്റെ സൈഡിലും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേക്ക് ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. നമ്മുടെ ഈ ഓറഞ്ച് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.